ഹലോ ബൽറാം, അളയാൻ നല്ലൊരു കുരുവി വന്ന് പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരടങ്ങേറ്, ആ നദിക്കരയിൽ ഒരു ചിത്രകാരനുണ്ട്. അവന്റെ കാമുകിയ സാധനം. അതുകൊണ്ട് നമുക്ക് അവനെ നല്ല സ്റ്റൈലായിട്ടൊന്ന് പെരുമാറണം. അടിച്ച പുഴയിലാണ് വലിച്ചെറിയാൻ പറയടാ. രണ്ട് തടിമാടന്മാര് വിചാരിച്ചിട്ട് ഒരു പീറ ചെറുക്കിനെ ഒതുക്കാൻ സാധിച്ചില്ലെന്നോ? വാട്ട് ഇസ് ദിസ് ബൽറാം? വേണ്ട വേണ്ട, ഇനി ഞാൻ നോക്കിക്കോളാം. എടോ, തന്നോട് ജീപ്പ് തുടയ്ക്കാനാണോ പറഞ്ഞത്? തന്റെ മരമോന്ത് നോക്കിയിരിക്കാനാണോ? മരമോന്ത്. ശിക്കാരി, വേഗം ജീപ്പ് കയറ്. എന്താ രംഗമോനെ? കാര്യമുണ്ട്, പറയാം. കയറൂ. എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. അവളെ എനിക്ക് സ്വന്തമാക്കണം. ശിക്കാരി എങ്ങനെയെങ്കിലും അവളെ കൂട്ടിക്കൊണ്ടുവരണം. ഇത്ര നികൃഷ്ടമായ രീതിയിൽ രംഗമ്മോന്റെ അച്ഛൻ പോലും എന്നോട് സംസാരിച്ചിട്ടില്ല. ശിക്കാരിയെ തരം താഴ്ത്താൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ ആഗ്രഹം ശിക്കാരിയോടല്ലാതെ മറ്റാരോടാണ് ഞാൻ പറയേണ്ടത്? ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെട്ടവർ വളരെ ചുരുക്കമാണ്. ഞാനും മരിച്ചുപോയാൽ എന്റെ രംഗമ്മോന് ശിക്കാരി അല്ലാതെ വേറെ ആരാണുള്ളത്? മോൻ എന്താഗ്രഹിച്ചാലും സാധിച്ചു കൊടുക്കണേ ശിക്കാരി. പെൺകുട്ടിയുടെ വീട്ടുകാരുമായി ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. എന്തു വേണമെങ്കിലും സംസാരിച്ചോളൂ. അവൾക്ക് വേണ്ടി ശിക്കാരി പറയുന്നത് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പെൺകുട്ടി ഏതാ? അതാ, ആ വീട്ടിലേക്കാണ് അവൾ ഓടിക്കയറിയത്. ആരാ അത്? കഥവ് പൊളിക്കുമല്ലോ. കുറച്ചു മുമ്പ് ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വന്നോ പോളെ? വന്നു, നിന്റെ മോള്. ഭാവനയോ? ഏതോ ഒരു തെമ്മാടി അവിടെ കയ്യെ കയറി പിടിച്ചെന്ന് ഓടിക്കളച്ച് അവൾ ഇവിടെ വന്നത്. വെട്ടുകത്തിയെടുത്തോണ്ട് ഞാൻ ചെന്നപ്പോഴത്തേക്കും അവൻ ഓടിക്കളഞ്ഞു. ഇല്ലെങ്കിൽ അവന്റെ ഞാൻ... നീ അങ്ങോട്ട് ചെല്ല്. മോള് വീട്ടിലേക്ക് പോയതേ ഉള്ളൂ. ഞാൻ ഉടനെ വരാം.
അവൾ എവിടെ ശിക്കാരി? അവളെ മറക്കുക നല്ലത്. ശിക്കാരിയെയും അവൾ അവമാനിച്ചു. ഇനി ഒരു പ്രാവശ്യം കൂടി കാണട്ടെ, അന്ന് അവളുടെ കഥ ഞാൻ കഴിക്കും. പെൺകുട്ടി നിരപരാധിയാ. അവളുടെ അച്ഛന് രംഗമ്മോനെ നന്നായിട്ട് അറിയാം. അതാ കുഴപ്പം. എന്തു കുഴപ്പം? അവൾക്ക് വേണ്ടി ഞാൻ പറയുന്ന എന്തും ചെയ്യാമെന്നാ രംഗമ്മ നേരത്തെ എന്നോട് പറഞ്ഞത്. മറന്നിട്ടില്ല. അവളുടെ അച്ഛൻ ഒരു തൊഴിലാളി സ്നേഹിയാ. അതുകൊണ്ട് എത്രയും വേഗം ഫാക്ടറി സമരം അവസാനിപ്പിക്കണം. നിസ്സാര കാര്യം. ഇന്ന് തന്നെ ബോണസ് കൊടുക്കാൻ പറഞ്ഞേക്കാം. മകൾ ഒരു നല്ല കുടുംബജീവിതം നയിക്കുന്നത് കാണാനാ അവർ അച്ഛൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മോന്റെ ദുസ്വഭാവങ്ങളൊന്നും മേലിൽ ആവർത്തിക്കരുത്. ഓക്കെ, എഗ്രീഡ്. പണവും യൗവനവും എന്നും നിലനിൽക്കില്ല. പക്ഷേ പട്ടിണിയിലും വാർദ്ധക്യത്തിലും എന്നും കാണുന്നത് ഭാര്യ മാത്രമായിരിക്കും. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ. അവളെ താലി കെട്ടാൻ തയ്യാറാകണം. താലിയോ? എന്തിന്? അല്ലാതെ ജീവനോട് അവളെ സ്വന്തമാക്കാൻ പറ്റില്ല. ഛേ, ശരി, താലി എങ്കിൽ താലി. വരൂ. ഇപ്പൊ അങ്ങോട്ട് ചെന്ന് കെട്ടാൻ അവിടെ ലേലം വിളി ഒന്നും നടക്കുന്നില്ല. അവിടെ വീട്ടുകാരുമായി ആലോചിച്ച് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ചെല്ലേ, മോൻ പോയിക്കോ. ആരാ അത്? ഞാനാ മോളെ. എന്താച്ചാ? അച്ഛനെന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല മോളെ. ചോറ് വിളമ്പട്ടെ? വേണ്ട, വിശക്കുന്നില്ല. അച്ഛനൊരു കാര്യം കേൾക്കണോ? ഇന്ന് വഴി വെച്ച് ഒരാളെന്റെ കൈക്ക് കയറി പിടിച്ചു. ഞാൻ അവന്റെ കൈക്ക് നല്ലൊരു കടി കൊടുത്തു. വേദനിച്ചത് അച്ഛനാ മോളെ. അച്ഛൻ അയാളെ അറിയുമോ? അച്ഛനും അമ്മയില്ലാത്ത പയ്യൻ, ഇഷ്ടം പോലെ പണം, ധാരാളം കൂട്ടുകാർ. അവനെ നല്ലവനാക്കാൻ എന്താ മോളെ മാർഗം? ഡിങ്കിടിക്ക പോലീസിലൊരു കേസ് കൊടുത്താൽ മതി അച്ഛാ. ഞാൻ പ്രതീക്ഷിച്ച ഉത്തരം അതല്ലേ മോളെ. അവനെ പിടിച്ച് പെണ്ണ് കെട്ടിച്ചാലോ? പട്ടിയുടെ വാല് കുഴലിലിട്ടതുപോലെ ഇരിക്കും. ഛേ, ഞാൻ ഉദ്ദേശിച്ച അതല്ല മോളെ. കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണ് വിചാരിച്ചാൽ അവനെ നേരെയാക്കാൻ സാധിക്കുമോ? എനിക്കെങ്ങനെ അറിയാം അച്ഛാ? മോളെ കെട്ടുന്നവൻ അതുപോലെ ഒരുത്തനാണെങ്കിൽ മോൾ എന്ത് ചെയ്യും? വരച്ച വരെ നിർത്തും. ചോറ് വിളമ്പേ, അച്ഛന് വല്ലാതെ വിശക്കുന്നു. അല്ല, പപ്പം വെളുപ്പിനെങ്കിൽ എത്തിയോ? പിച്ചാത്തി വെച്ച് പിന്നെ മറ്റവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. പപ്പനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. മഞ്ഞുകാലം ആയതുകൊണ്ട് സ്വപ്പ ബിസിയാ സാറേ. കളക്ഷനൊക്കെ എങ്ങനെയിരിക്കുന്നു? സത്യവിരോധം പറയരുതല്ലോ, മോശമില്ല. സാർ എഴുതി തന്ന പേപ്പർ കാണിക്കേണ്ട താമസം. മണിപ്പേഴ്സ് തനിയേ വാതുറക്കും. ഇതുപോലൊരു ചിത്രം മുതലാളിയുടെ മുറിയിലുണ്ടല്ലോ. അതെ, ഈ മുഖം തന്നെ, ഒരു വ്യത്യാസവും ഫെലോ. അതോ മോഷ്ടിച്ചാണ്? മോഷ്ടിക്കാത്ത ഒരു സാധനം അവിടെ കാണില്ല, ഞാൻ ഒഴിച്ച്. 10 രൂപ തരിക. ഇത് ഞാൻ എഴുതി തന്നതല്ലേ? മന്ത്രവാദം പഠിപ്പിച്ച ആശാനെ തന്നെ തുള്ളിക്കണോ പപ്പ? വയറ്റിപ്പഴപ്പല്ലേ സാറേ, അതുകൊണ്ടാ പല്ലുപോലും തേക്കാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. മോടെ ജാതകം അസലായിരിക്കുന്നു. അശ്വതി അല്ലേ നക്ഷത്രം? എങ്ങനെയാ മോശാകുക? പൊതുവെ കലാകാരന്മാരുടെ നക്ഷത്ര. പെൺകുട്ടികൾക്ക് സാധാരണ ഈ ശുക്രദേശയില കല്യാണം നടക്കാറുള്ളതേ. അപ്പോ അശ്വതി മകം മൂലം കേതുവിന് 7, ശുക്രൻ 20, 23 വയസ്സ് വരെ കണക്കൂട്ടിയാൽ മതി. ഇല്ലെങ്കിൽ ആദ്യത്തെ ദിവസം കഴിഞ്ഞേ കല്യാണം നടക്കാറുള്ളൂ. 29 കഴിയണം. ഇതിപ്പോ നടക്കേണ്ട സമയം തന്നെയാ. പിന്നെ ചൊവ്വേ മോശമില്ല. അശ്വതി ഭരണി കാർത്തികക്കാലും മേടക്കൂറ്, 2 വ്യാഴം. ചെറുക്കന്റെ ഗ്രഹനില കിട്ടാതെ എങ്ങനെയാ പൊരുത്തോണ്ടെന്ന് നോക്കുക? ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് മറ്റു പൊരുത്തമൊന്നും നോക്കണ്ട ജോത്സ്യരെ. അപ്പൊ പിന്നെ മുഹൂർത്തം കുറിക്കേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത മാസം കന്നി, കല്യാണത്തിന് കൊള്ളുമില്ല. ഈ മാസം മുഹൂർത്തമൊന്നുമില്ലേ? ഇന്ന് ചിങ്ങ 25,
തീരാൻ 5 ദിവസമേ ഉള്ളൂ. അതിനുള്ളിലുണ്ടോ നോക്ക്. അപ്പൊ 30-ാം തീയതി ഒരു മുഹൂർത്തം ഉണ്ട്, അവിടെ കുറിക്കട്ടെ. 12-നും 12:30-ക്കും ഇടയ്ക്ക്. ആ അതും കുറിച്ചേക്ക്. അപ്പച്ചി എന്താ അപ്പച്ചി? എന്താ അപ്പച്ചി? എന്തറിഞ്ഞിട്ടാ മോളെ നീ തുള്ളിച്ചാടുന്നത്? നിന്നെ കെട്ടാൻ പോകുന്നത് ബിനുമോനല്ല, ഇന്നലെ നിന്നെ കയറി പിടിച്ച ആ തെമ്മാടിയാ. അപ്പച്ചി നിന്റെ അച്ഛനോട് ഞാൻ കാല് പിടിച്ച് അപേക്ഷിച്ചു, എന്റെ മോൻ വരുന്നത് വരെ ക്ഷമിക്കടാന്ന്. കേക്കണ്ടേ? വാക്കു പറഞ്ഞു പോയെന്ന്. എന്റെ മോളെ കണ്ടവും കൊണ്ടുപോകുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല. എന്റെ ഈശ്വര, എന്താവോ പോളെ? അവക്ക് ഈ കല്യാണം ഇഷ്ടമല്ലെന്ന്. ഭാവനെ, അച്ഛന്റെ ഇഷ്ടപ്രകാരം മോടെ വിവാഹം നടത്താൻ അച്ഛൻ അധികാരമല്ലേ? അധികാരം ഉണ്ടെന്ന് വെച്ച് മോക്ക് ഇഷ്ടമാണെന്നൊരു വാക്ക് ചോദിച്ചുകൂടെ? ആവശ്യമില്ല. എന്റെ ആഗ്രഹത്തിനെതിരായി എന്റെ മോൾ ഒരിക്കലും ശബ്ദിച്ചിട്ടില്ല. അപ്പച്ചി, എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിച്ചു മോളെ. കല്യാണ ദിവസം അതിരാവിലെ എത്തിയേക്കണം. മോൻ രാവിലെ തന്നെ എത്തിയേക്കാം. സാറെന്താ പതിവില്ലാതെ ഈ വഴിയെ? ശിക്കാരി ഇവിടെ? ഇതാ എന്റെ വീട്. ഇതോ? അവര് വീട്ടിലേക്ക് പോവാം. നോ താങ്ക്സ്, വേറെ ദിവസം വരാം. വിരോധമില്ലെങ്കിൽ ഒന്ന് കയറിയിട്ട് പോവാം. വന്നാട്ടെ. ആ പണ്ടൊരു ദിവസം ഒരു കിളിയെ വെടിവെച്ചിട്ടപ്പോ സാർ എന്നെ കുറ്റപ്പെടുത്തിയത് ഞാൻ ഇന്ന് ഓർക്കുന്നു. സാറിനറിയാമോ, ആദ്യം പിന്നെ ഈ നിമിഷം വരെ തോക്ക് ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല. നമ്മളെപ്പോലെ തന്നെ എല്ലാ ജീവികൾക്കും സുഖവും ദുഃഖവും മോഹവും മോഹഭംഗവും ഒക്കെ ഉണ്ട് ശിക്കാരി. അതൊക്കെ മനസ്സിലാക്കാൻ ഞാൻ വളരെ വൈകിപ്പോയി സാറേ. കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഓർക്കുമ്പോ വെറും ദുഃഖം മാത്രം എന്റെ സമ്പാദ്യം. വന്നാട്ടെ. സാറിനെ ഒന്ന് കാണണമെന്ന് കുറച്ച് നേരത്തെ ഞാൻ വിചാരിച്ച. ഉടനെ ഞാൻ പ്രത്യക്ഷപ്പെട്ടു. അത്ഭുതം തന്നെ. വിശേഷിച്ചെന്തെങ്കിലും? പറയാം. മോളെ, ചായ. എനിക്ക് ഒരേ ഒരു മകളേ ഉള്ളൂ. അടുത്ത വെള്ളിയാഴ്ച 12-നും 12:30 ഇടയ്ക്ക് അവളുടെ വിവാഹമാണ്. സാർ തീർച്ചയായും വരണം. തീർച്ചയായിട്ടും വരും. പയ്യന്റെ വീട് എവിടെയാണ്? 4-5 മൈൽ അപ്പുറത്താ. പെട്ടെന്നാ തീരുമാനിച്ചത്. പെണ്ണിന്റെ മംഗല്യയോഗം എടുത്താൽ ഓർക്കപ്പുറത്താണേലും കൃത്യസമയത്ത് തന്നെ നടക്കും. ഇതുവരെ ഒന്നും ഒരുക്കിയിട്ടില്ല. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് വേണം. ചായ കുടിക്കേ. എന്റെ മോളാ. നല്ല തേയിലയാ, ഞങ്ങളുടെ ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുവന്നാ. പോകാൻ ധൃതിയായോ? ഇവിടെ വെച്ച് ക്ഷണിച്ച് തെറ്റാണെന്നറിയാം. ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. വേണ്ട, ക്ഷണിച്ചില്ലെങ്കിലും മകളുടെ കല്യാണത്തിന് ഞാൻ വരും. വരട്ടെ. ശശിയേട്ടാ,
എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും ഞാൻ വരച്ച ചിത്രങ്ങളല്ലാതെ വേറെ ആരുമല്ല.